നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 828 828. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 828 82 സർഗം. ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ 82 സർഗം പരീക്ഷത്തിൻ്റെ ദേഹത്യാഗം, പിന്നെ വേദവിഭാഗം, വേദങ്ങളെ വിഭജിച്ചതും എന്നാണ്. അതിൽ പിന്നെ 31 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അകറ്റും പുണ്യവാൻ പ്രാപിച്ചിടും ഈ ഭഗവത്പദം അപ്പോൾ അർത്ഥം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ നിന്ന് 2 വരി കടമെടുക്കണം. എങ്ങനെയാണ്? ദേഹം ഞാൻ, ഗൃഹം എൻ്റേത്, ഈ വക ദുർഭാവമൊക്കെയും അകറ്റും, കോമാം പുണ്യവാൻ പ്രാപിച്ചിടും ഈ ഭഗവത്പദം, ഇതിന് എളുപ്പമായുള്ളൊരു ഉപായം മുര ചെയ്തിടാം. അപ്പം ഇനി എന്താണ് ആ ഉപായം എന്നാ പറഞ്ഞത്? ശ്ലോകം 32 ശ്രദ്ധിക്കുക. വികാരകാരണം കാൺകിൽ ഉടൻ വീഴായക ചെന്നതിൽ. വികാരകാരണം കാൺകിൽ ഉടൻ വീഴായിക ചെന്നതിൽ. ദുർവാക്കുകൾ പൊറുക്കേണം അന്യൻ എന്തെന്തു ചൊൽകിലും. 101 മാർക്കാണ് ആ ഒരു വാക്കിന്. അന്യൻ ചൊല്ലുന്ന ദുർവാക്കുകൾ കേട്ട് കോപം പൂടാൻ പാടില്ല. അന്യൻ പറയുന്നതൊന്നും നമുക്കുള്ളതല്ല, പറയുന്ന ആൾക്കുള്ളതാണ്. അപ്പോൾ നമ്മളും ശ്രദ്ധിക്കണം. കാമ ക്രോധ മത മത്സര ലോപത്തെ നമ്മൾ അകറ്റണം. അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ വികാരം കാരണം കാണെങ്കിൽ ഉടൻ വീഴാക ചെന്നതിൽ. ദുർവാക്കുകൾ പൊറുക്കേണം മന്യന് എന്തു ചൊൽകിലും. സർവത്ര ഭഗവത് ഭാവം അല്ലെങ്കിൽ അകലില്ലയോ. സർവത്ര ഭഗവത് ഭാവം അല്ലെങ്കിൽ അകലില്ലയോ. അകലം വരും. എത്ര ദൂരത്താണെങ്കിലും അകലം കമ്മിയാക്കാൻ എന്താ വേണ്ടത്? സർവത്ര ഭഗവത് ഭാവം. എല്ലാവരും ആത്മാക്കളാണ്, വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം നന്നാവും. മാത്രമല്ല ഭക്തി സാധന ശീലിപ്പാനിതു കൈവന്ന ദേഹമാം. ഈ ശരീരം എന്തിനു കിട്ടി നമുക്ക്? മനുഷ്യനായിട്ട് നമ്മളെ എന്തിനു പിറന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈശ്വരോപാസന ചെയ്യാനാണ്. അതുകൊണ്ടാണ് വെറുപ്പും വൈരവും മറ്റും വെച്ചു പോറ്റായിക ഒരാളിലും. നായക്കുട്ടീനും പൂച്ചക്കുട്ടീനും തന്നെ പെറ്റായിട്ട് വളർത്താൻ പാടില്ല എന്നാണ് നിശ്ചയം. അതിനേക്കാൾ നിശ്ചയിക്കണം എന്താ? വെറുപ്പും വൈരവും മറ്റും വെച്ചു പോറ്റായിക ഒരിക്കലും തീറ്റിപ്പോറ്റരുത്. വെറും മൃഗം പോൽ ആവായിക വിവേകമിയലും നരൻ. വിവേകമുള്ള മനുഷ്യൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വെറുതെ മൃഗം പോലെ ആവരുത്. പിന്നെ പുണ്യം പുരാണം ഇത് എനിക്ക് ഉൾത്തിങ്ങും കൃപയൊന്നിനാൽ. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് പുരാണങ്ങൾ വായിക്കാനും കേൾക്കാനും തോന്നുള്ളൂ. പറഞ്ഞോ? പുണ്യം പുരാണം ഇത് എനിക്ക് ഉൾത്തിങ്ങും കൃപയൊന്നിനാൽ. എൻ്റെ ഉള്ളിലുള്ള സത്ത, ബ്രഹ്മസത്ത എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇത് വായിക്കാനും ഇത് പഠിക്കാനും. അതിനേക്കാൾ വലിയൊരു ഈശ്വരകൃപ വേറെ ഇല്ല. കാരണം എന്താ? അന്നന്ന് വരുന്ന വിപരീത ഭാവങ്ങളെ തന്മയത്വത്തോടുകൂടി നിരാകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പുണ്യം പുരാണം ഇതെനിക്ക് ഉൾത്തിങ്ങും കൃപയൊന്നിനാൽ പ്രകാശിപ്പിച്ചൊരു വ്യാസഭഗവാനെ നമിപ്പൂ ഞാൻ.
ഈ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞാൽ വ്യാസരും ശുഖബ്രഹ്മർഷിയൊക്കെ പെട്ടു അതിൽ. അതായത് ഇതിൻ്റെ തുടക്കം എവിടുന്ന വേദവ്യാസർ അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ പിള്ളയാണ് എന്നെ ഉപദേശിച്ചത്. അപ്പോൾ കരുണാകരൻ പിള്ള മുതൽ പിന്നോട്ട് വ്യാസർ വരെയുള്ള ആൾക്കാരെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശിപ്പിച്ചൊരു വ്യാസ ഭഗവാനെ നമിപ്പൂ ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാം മഹർഷികൾ. അങ്ങയ്ക്ക് പ്രിയപ്പെട്ട മഹർഷിമാർ മുഖാന്തരമാണല്ലോ ഇത് എൻ്റെ ഗുരുനാഥനിലെത്തിയത്. ആ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ള ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് പാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യം എന്താ? ഒരാൾ വെറുതെ തിരിയാണ്, കൃപയാണ്, ഈശ്വരൻ്റെ കൃപയാണത്. അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാം മഹർഷികൾ വേദങ്ങൾ വേദിച്ച വിധം ചോദിക്കേ സൂതനോദിനാൻ. അപ്പോൾ സൂതര ഇവിടെ മറ്റവരുടെ കാര്യം കഴിഞ്ഞുല്ലോ. ആരുടെ? ശുഖബ്രഹ്മ മഹർഷി വന്ന വഴിക്ക് പോയി പരീക്ഷത്തിന് മോക്ഷം കിട്ടുകയും ചെയ്തു. ഇനി കഥ കേൾക്കുന്നത് ആരിൽ നിന്നാണ്? സൂതൻ പറയുന്നു ശൗനക ബ്രഹ്മർഷി മുതൽക്കുള്ള ആൾക്കാരെ കേൾക്കണം. അതാണ് എന്താണ് അവതരണത്തിൻ്റെ കഴിവാണത്. അപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാം മഹർഷികൾ വേദങ്ങൾ വേദിച്ച വിധം ചോദിക്കേ സൂതനോദിനാൻ. ധ്യാനിക്കും ബ്രഹ്മദേവൻ്റെ ഹൃദാകാശത്തിലാദ്യമായി ഉണ്ടായി നാദം വൃത്തിരോധം കൊണ്ട് ഇത് ഓർക്കുന്നു യോഗികൾ. ബ്രഹ്മദേവൻ സങ്കല്പിച്ചു എൻ്റെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പോട്ടെ, അവർക്ക് റിസീവ് ചെയ്തു വരെ. ഉപാസിക്കുന്നവർ കൊള്ളം ശുദ്ധമാക്കും ഇതത്രയും. ഉപാസന ചെയ്യാം, ഒരു അടുത്ത് ഇരുന്ന്. ആരുടെ അടുത്തിരിക്കണത് നമ്മൾ? ഭഗവാൻ എവിടെയാണ്? നമ്മുടെ ഹൃദയപത്മത്തിൽ. നമ്മുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന ബ്രഹ്മത്തിനെ സാക്ഷിയാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഉപാസന ചെയ്യുക ആ ബ്രഹ്മത്തിനെ. അപ്പോൾ ഉപാസിക്കുന്നവർ കൊള്ളം ശുദ്ധമാക്കും ഇതത്രയും. ഇതിൽ നിന്നാം പ്രകാശിച്ചത് ഓങ്കാരം ബ്രഹ്മവാചകം. ഈ ഉപാസനയുടെ ബലമായിട്ടാണ് ഓങ്കാരം ഉണ്ടായത് എന്ന് പറയണം. ഉപാസിക്കുന്നവർ കൊള്ളം ശുദ്ധമാക്കും ഇതത്രയും. ഇതിൽ നിന്നാം പ്രകാശിച്ചത് ഓങ്കാരം ബ്രഹ്മവാചകം. വേദത്തിൻ ബീജം. വേദം അറിവിൻ്റെ ബീജമാണ് ഓങ്കാരം ബ്രഹ്മവാചകം. അപ്പോൾ വേദത്തിൻ ബീജം ഈ നാദാത്മക പ്രണവമേവൻ ഉറങ്ങിയിടുമ്പോഴും കേൾപ്പതവനാത്മാവു തന്നെയാം. അവൻ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരം ഓങ്കാരം ഡിം ഡിം ഓം 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 ഈ സ്പന്ദനം ഉണ്ടല്ലോ, അത് കേൾക്കണതാരാ? ആത്മാവിൽ നിന്നാണത്. ആത്മാവിനെ കേൾക്കണം. അപ്പോൾ ഉപാസിക്കുന്നവർ കൊള്ളം ശുദ്ധമാക്കും ഇതത്രയും. ഇതിൽ നിന്നാം പ്രകാശിച്ചത് ഓങ്കാരം ബ്രഹ്മവാചകം. വേദത്തിൻ ബീജം ഈ നാദം ആത്മക പ്രണവമേവനോ ഉറങ്ങിയിടുമ്പോഴും കേൾപ്പത് അവൻ ആത്മാവു തന്നെയാം. കേൾക്കുന്നില്ല ഇന്ദ്രിയാധീനജ്ഞാനനാം ജീവൻ ഈരവം. കേൾക്കുന്നില്ല ആരെ? ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിട്ടുള്ള ഇന്ദ്രിയാധീനജ്ഞാനനാം ജീവൻ ഈരവം. ലൗകികത്തിലെ ഓങ്കാരം കേൾക്കണില്ല. ശാന്തമായിട്ടിരുന്നാലോ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് നമ്മൾക്ക് തന്നെ അനുഭവിക്കാം. അതാണ് ഓങ്കാരം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ദ്രിയങ്ങൾ ഉണർത്തി തന്നലിഞ്ഞു പലമാതിരി ജീവാകൃതികൾ മിന്നിക്കുന്നവനാം ജഗദീശ്വരൻ. ജഗദീശ്വരൻ ആരാ? എല്ലാ ജീവജാലങ്ങൾക്കും ഷൈനിങ് കൊടുക്കുന്ന ആളാണ്. അത് ആരുടെയാ? മുഖത്തുള്ള ഷൈനിങ് എന്താണെന്നാ പറയുക? ലേപനങ്ങളെ കൊണ്ടല്ല,
ഉള്ളിലുള്ള മിന്നിച്ച, ഉള്ളിലുള്ള തേജസ്സിൻ്റെ വൈഭവമാണ് മുഖകാന്തിയായിട്ട് ആവേണ്ടത്. മനസ്സിലായില്ലേ? ജീവാകൃതികൾ മിന്നിക്കുന്നവനാം ജഗതീശ്വരൻ വാഗാദിസകലം, വാക്ക് മുതലായിട്ടുള്ള എല്ലാം വ്യഞ്ജിപ്പിച്ചുകൊണ്ട് വിളങ്ങുവോൻ. ഈശ്വരൻ പണിമുടക്കിയാൽ നമ്മൾക്ക് വർത്തമാനം പറയാൻ സാധിക്കില്ല. അങ്ങനെ അത് ഒരു മരണം അടുത്ത സമയത്ത് അങ്ങനെ ഉണ്ടാവുക. ചിലവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അടുത്തുള്ളവരുണ്ടാവും കൈയൊക്കെ പിടിച്ച് തലോടുക എന്നല്ലാതെ കണ്ട മുത്തും ഉമ്മൊക്കെ വയ്ക്കും കയ്യിൽ. ഇന്നത് വേണമെന്നോ വേണ്ടാന്നോ, ഇന്നത് ചെയ്യണമെന്നോ, ഇന്നത് ഇന്ന സ്ഥലത്ത് ഉണ്ടോ എന്നൊക്കെ പറയണമെന്ന് തോന്നും, പക്ഷെ വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വയം പ്രകാശം ഓങ്കാരത്തിങ്കൽ നിന്ന് അക്ഷരാദികൾ വെളിപ്പെടുത്തിനാൻ പിന്നെ നാൻമുഖൻ 4 വേദവും. ഈ അറിവ് എങ്ങനെയാണ് വന്നത്? ഈ അറിവ് നമ്മൾക്ക് കിട്ടിയത് സ്വയം പ്രകാശം ഓങ്കാരത്തിങ്കൽ നിന്ന് അക്ഷരാദികൾ, സംസ്കൃതാക്ഷരങ്ങളൊക്കെ വന്നത് എവിടുന്നാ? ഓങ്കാരത്തിൽ നിന്ന്. വെളിപ്പെടുത്തിനാൻ പിന്നെ നാൻമുഖൻ 4 വേദവും പുത്രന്മാരെ പഠിപ്പിച്ചാൻ ആ മുനീന്ദ്രർ അതേവിധം ശിഷ്യപ്രശിഷ്യാദി പരമ്പരയായി ദ്വാപരാദിയിൽ. പറയണ്ടേ? ശിഷ്യപ്രശിഷ്യ, ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ. അങ്ങനെയാണ് ഈ വേദകാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ശിഷ്യപ്രശിഷ്യാദി പരമ്പരയായി ദ്വാപരാദിയിൽ അല്പപ്രജ്ഞന്മാർക്കു വേണ്ടി വീതിച്ചാൻ ഈശ്വരേച്ഛയാൽ. അല്പപ്രജ്ഞന്മാർക്ക്, പരിപൂർണമായിട്ടുള്ള വിവേകം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്നർത്ഥം, അല്പപ്രജകൾക്ക്. എന്നിട്ടോ അല്പപ്രജ്ഞന്മാർക്കു വേണ്ടി വേദിച്ചാൻ ഈശ്വരേച്ഛയാൽ വിശ്വഭാവനൻ ഈ മന്നന്തരത്തിലും അജാദികൾ, അതായത് ബ്രഹ്മാവ് മുതൽക്കുള്ളവരെ പ്രാർത്ഥിക്ക മൂലം കലയാൽ പരാശരതനൂജനായി. അപ്പോൾ അജാദികൾ, അതായത് ബ്രഹ്മാവ് മുതലുള്ള ആൾക്കാർ പ്രാർത്ഥിക്ക മൂലം ഈശ്വരകലയാൽ പരാശരതനൂജനായി വ്യാസരായിട്ട് എന്നർത്ഥം. നമ്മുടെ എഴുതി വയ്ക്കാം, കിട്ടണവർക്ക് മനസ്സിലാവും. വ്യാസൻ പരാശര മഹർഷിയുടെ മകനാണ് ആരെ? വ്യാസര്. പരാശരതനൂജനായി പിറന്നു വേദം വേദിച്ചു 4 ശിഷ്യർക്കു നൽകിനാൻ. ഋഗ്വേദം പൈലനും വൈശംപായനൻ അന്ന് യജുർവേദം സാമവേദം ജൈമിനിക്കും സമുന്തുവിന് അഥർവവും. സുമന്തുവിന് അല്ല, സമുന്തു എന്നതില്ല, സുമന്തു എന്ന് കേട്ടിട്ടുണ്ട്. സമന്തുവിന് അഥർവവും. ഋഗ്വേദം പൈലനും വൈശംപായനു യജുർഗണം സാമവേദം ജൈമിനിക്കും സമുന്തുവിന് അഥർവവും. അവരേവരും ഓരോന്നും പല ശിഷ്യർക്കും മാവിധം പല ശിഷ്യന്മാർക്കും വീതിച്ചു കൊടുത്തു. വീതിച്ചേകിയതും മറ്റും കേൾപ്പത് അത്യന്തമംഗളം. വേദങ്ങൾ പറയാം. അത് പല രീതിയിലുണ്ട്. അവരോഹണത്തിലുണ്ട്. സാമവേദം ഗാനാലാപനം പോലെയാണ്, സസ്റ്റെയിൻ നോട്ട്സാണ് ജാസ്തി. അതൊക്കെ കേൾക്കുന്നത് തന്നെ മനസ്സിന് കുളിർമുണ്ടാവുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല ആൾക്കാർക്ക്. അല്ലേ? ഞാൻ വേറൊന്നും പറയില്ല. അപ്പോൾ പറയണു, വൈശംപായനാർന്നീടും ബ്രഹ്മഹത്യാപഹവ്രതം ശിഷ്യന്മാരാം ചരകനും അദ്വര്യവും മതാംബിതം. വൈശംപായനൻ ആർന്നീടും ബ്രഹ്മഹത്യാപഹവ്രതം ശിഷ്യന്മാരാം ചരകനും അദ്വര്യവും മതാംബിതം. അനുഷ്ഠിച്ചിടവേ ചൊല്ലി യാജ്ഞവൽക്യൻ മഹാമതി ഇവർ എന്ത് അല്പസാരന്മാർക്കാവില്ലീ ഘോരമാമൃതം. അല്പന്മാർക്ക് ഈ ഘോരമായിട്ടുള്ള വ്രതം ഏത്? ബ്രഹ്മഹത്യാപഹ വ്രതം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ശിഷ്യന്മാരാം ചരകനും അദ്വിത്യവും മതാമിതം അനുഷ്ഠിച്ചിടവേ ചൊല്ലി യാജ്ഞവൽക്യൻ മഹാമതി ഇവരെന്ത് അല്പസാരന്മാർക്ക് ആവില്ലേ ഘോരമാമൃതം ഞാൻ ചെയ്യാം അതു കേട്ടോതി കുപിതൻ ഗുരുവിങ്ങനെ അവമാനിച്ചതിക്കാരി ചോദിച്ചില്ല കടന്നു പോ. ഇവിടെ ഒരു സൂത്രമുണ്ട്. എന്താ? ചോദിക്കാണ്ട് ഗുരുവിനോടൊന്നും പറയാൻ പാടില്ല. ഈ ശിഷ്യൻ്റെ മാനസികാവസ്ഥ തുറക്കണമെങ്കിൽ ഗുരു ആജ്ഞാപിക്കണം. ഗുരു ആജ്ഞാപിക്കാണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനും കുറേ കാലം ഒപ്പം, ആദ്യം ഒരു 11 മാസം, പിന്നെ ഒരു 3.25 കൊല്ലം ഉണ്ടായി. ഈ 3.25 കൊല്ലവും പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. എന്നെ അദ്ദേഹം പലപ്പോഴും തിരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ സപ്താഹം തുടങ്ങുമ്പോൾ ഈ ഹരിഓം നഗർ അമ്പലത്തിലെ നടപ്പുര എന്ന് പറയാൻ പാടില്ല, ആനക്കൂട്ടിലെന്നൊക്കെ പറഞ്ഞ മണ്ഡപം, അത് അയ്യപ്പനും ഗുരുവായൂരപ്പനും ഈക്വല ശ്രീകോവിലാണ്. പക്ഷെ ഉത്സവം നടക്കുന്നത് അയ്യപ്പനാണ്, ഗുരുവായൂരപ്പനാണ്. അവിടെ ഇരിക്കട്ടെ, ഗുരുവായൂരപ്പൻ്റെ മൂർത്തിയെന്നാണ് എഴുന്നള്ളിക്കുന്നത്. ആൾക്കാരെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കും. കാരണം അവർക്ക് ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാൻ സമയമെടുക്കും, അയ്യപ്പനെ വേഗം മനസ്സിലാക്കാം. അങ്ങനെയാണ്, സാരമില്ല. അപ്പോൾ അതിൻ്റെ മുഖമണ്ഡപത്തിലാണ്. അത് ഭൂമിയുടെ പ്ലിന്തിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഒരു കടപ്പക്കല്ലിൻ്റെ ഖനം പൊന്തിയിട്ടാണ്. അപ്പോഴാണ് അത് അറിയുള്ളൂ. ഞാൻ നമസ്കരിച്ചത് പകുതി ഈ മണ്ഡപത്തിലും പകുതി നിലത്തേക്കും. കാരണം അദ്ദേഹം ഇരിക്കണത്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഇരിക്കൂ, ഒന്നുമില്ലെങ്കിൽ മണ്ഡപത്തിലെ പുറത്ത് അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെ അകത്ത്, അത് എവിടെ വേണമെന്ന് താൻ തീരുമാനിച്ചോളൂ എന്നാ. ഞാനത് ഇന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താണെന്നാ പറയുക ഉപദേശം. ആ ഉപദേശം ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ അകത്ത് നിന്ന് പുറത്തുള്ളവരോട് സംസാരിക്കില്ല. ഒന്നില്ലെങ്കിൽ പുറത്ത് കിടന്ന് നിന്നിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പുറമെയുള്ളവരെ അകത്തേക്ക് കയറ്റി ഇരുത്തിയിട്ട് സംസാരിക്കുക. അപ്പം ഈ നമസ്കാരത്തിനും അമ്മാതിരി ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഗുരുനാഥൻ പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഗുരുനാഥൻ സ്വപ്ന ആംഗ്യം കാണിച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആക്ട് ചെയ്യും വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ ചെയ്യാം അത് കേട്ടോതേ കുപിതൻ ഗുരു ഇങ്ങനെ അവമാനിച്ചതിക്കാരി ചോദിച്ചില്ല കടന്നു പോകാനൊരുങ്ങവേ ചൊല്ലി ഞാൻ പഠിപ്പിച്ചതൊക്കെയും മടക്കിത്തരണം. ചില ഗുരുനാഥന്മാരെ ശിഷ്യന്മാരെ പിടിച്ച് മിരട്ടും. ഞാനേ പഠിപ്പിച്ചതൊക്കെ ഇവിടെ വെച്ച് പോകണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇയാൾ ഛർദ്ദിച്ചു. അത് തിത്തിരപ്പക്ഷികൾ കൊത്തി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോകാനൊരുങ്ങവേ ചൊല്ലി ഞാൻ പഠിപ്പിച്ചതൊക്കെയും മടക്കിത്തരണം. ശിഷ്യൻ ഉടൻ തന്നെ യജുർഗണം വമിച്ചാൻ മധുമാധുര്യം. വമിച്ചു, ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നു. തുളുമ്പും അവയൊക്കെയും തിത്തിരി പക്ഷിയായി കൊത്തി തിന്നാരോരോ മുനീന്ദ്രരും. പല ഋഷീശ്വരന്മാരും യോഗവിദ്യ കൊണ്ട് തിത്തിരപ്പക്ഷികളായിട്ട് അത് കൊത്തി തിന്നു. അപ്പം എന്തായി? ഈ ശിഷ്യന് കൊടുത്തിട്ടുള്ളതൊക്കെ അവർക്ക് കിട്ടി. എത്ര ശിഷ്യന്മാരുണ്ടോ അത്ര. അപ്പോൾ അതിൽ കഥയിൽ ചോദ്യമില്ല, പറഞ്ഞ വിഷയമാണ്. അപ്പോൾ വമിച്ചാൻ മധുമാധുര്യം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഛർദ്ദിച്ചത് എന്താ? മധുമാധുര്യം. തുടുമ്പും അവയൊക്കെയും തിത്തിരി പക്ഷിയായി കൊത്തി തിന്നാൻ ഓരോ മുനീന്ദ്രനും. മഹിതാശയൻ അന്ന് പുത്തനാം മതി സൗഭാഗ്യമഴും യജുർഗണം അരുളിയിടുവതിന് ഈ വണ്ണമാം രമണീയം സ്തുതി ചെയ്തു സൂര്യനെ. അപ്പം ഇദ്ദേഹം ഉണ്ടാണ്ടിരുന്നോ? ഇല്ല. മഹിതാശയൻ അന്ന് ഈ ശിഷ്യൻ പുത്തനാം അതിസൗഭാഗ്യമെഴും യജുർഗണം അരുളിയിടുവതിന് ഈ വണ്ണമാം രമണീയം സ്തുതി ചെയ്തു സൂര്യനെ സന്തോഷിപ്പിച്ചു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദൃശീതീതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ യാജ്ഞവൽക്കൻ്റെ സൂര്യസ്ഥിതി. അപ്പോൾ ഈ ശിഷ്യൻ ആരാന്ന് ഇപ്പോൾ മനസ്സിലായി. ആരാ? യാജ്ഞവൽക്കൻ അല്ലേ? അപ്പോൾ 83-ാം സർഗം യാജ്ഞവൽക്കൻ്റെ സൂര്യസ്തുതി. വളരെ
എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും നന്നതെന്നർത്ഥം. നമസ്കാരം ദേവാ. ആരോടാ പറഞ്ഞത്? സൂര്യനോട്. നീ മാത്രമാണ് ഈ വിധം വിശ്വം കാത്തുരക്ഷിപ്പതെന്നും. സൂര്യഭഗവാൻ ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താ? എത്ര മഴ പെയ്താലും നല്ല ഒരു 2 വെയിലടിച്ചാൽ ആ മഴയുടെ അങ്കലാപ്പൊക്കെ മാറിക്കിട്ടും. നമസ്കാരം ദേവാ, നീ മാത്രമാണ് ഈ വിധം വിശ്വം കാത്തുരക്ഷിപ്പതെന്നും അകത്ത് അന്തര്യാമിയായി തന്നെ നിന്നും. ഈ സൂര്യൻ തന്നെയാണ് ആത്മസ്വരൂപനായിട്ട് ബ്രഹ്മമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ ഈ ശരീരത്തിൽ ചൂടുണ്ടാവാൻ കാരണം. യാജ്ഞവൽക്യ സ്തുതി. നീ മാത്രമാണ് ഈ വിധം വിശ്വം കാത്തുരക്ഷിപ്പതെന്നും. അപ്പോൾ സൂര്യൻ തപിക്കുന്നത് സൂര്യനാരായണമൂർത്തേ നമ. സൂര്യനിൽ നാരായണൻ ഉള്ളത് കൊണ്ടാണ്. അകത്ത് അന്തര്യാമിയായി തന്നെ നിന്നും പുറത്തെങ്ങും കാലരൂപത്തിൽ വാണും. അകത്ത് അന്തര്യാമിയായും പുറത്ത് കാലസ്വരൂപനായും. കഴുത്തിൽ കയറ് കെട്ടി വലിക്കണ കാലമല്ല, കാലം, സമയം, വർഷം. അകത്ത് അന്തര്യാമിയായി തന്നെ നിന്നും പുറത്തെങ്ങും കാലരൂപത്തിൽ വാനും. ദിനംതോറും പാരിതാകെ പുലർത്തും. ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് നീയാണ് അല്ലേ? ദിനംതോറും പാരിതാകെ പുലർത്തും. ദയാബ്ധോ, ദയാബ്ധോ, ദയയുടെ സാഗരമേ എന്നർത്ഥമാണ്. നിൻ വിശ്വവന്യം, അങ്ങ് വിശ്വത്തിലുള്ളവരൊക്കെ അങ്ങനെ വന്ദിക്കുന്നുണ്ട്. വരേണ്യം മഹാജ്യോതിസ്, ഞങ്ങൾ ഉള്ളം വിളങ്ങിടുവാൻ ധ്യാനിക്കുന്നു. ലോകാഭിരാമം, ലോകർക്ക് ശ്രേഷ്ഠത ഉണ്ടാക്കാനും സൗമ്യത ഉണ്ടാക്കാനും ആനന്ദമുണ്ടാക്കാനും അങ്ങ് ഉപകാരപ്പെടുന്നു എന്ന് അർത്ഥമായി. മഹാജ്യോതിസ് ഞങ്ങൾ ഉള്ളം. ഈ മഹാജ്യോതിസ് ഞങ്ങളുടെ ഉള്ളം നിറയ്ക്കുന്നുണ്ട്. ആ ജ്യോതിസ് ആണ് നമ്മൾക്ക് കാഴ്ച തരുന്നത്. നമ്മൾക്ക് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശക്തി കിട്ടുന്നത് ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് മഹാജ്യോതിസ് ഞങ്ങൾ ഉള്ളം വിളങ്ങിയിടുവാൻ ധ്യാനിക്കുന്നു. ലോകാഭിരാമം, തെളിഞ്ഞ് ഓരോ നാളും ഞങ്ങൾക്കും ഇന്ന് ഇപ്പിത അങ്ങല്ല തണഞ്ഞിപ്രകാരം. അതായത് തെളിഞ്ഞോരോ നാളുകൾ ഞങ്ങൾക്കും ഇന്നിപ്പത് ആര് അങ്ങല്ലാതെ. 2 കോമിട്ടിട്ട് അവിടെ അക്ഷരങ്ങളുടെ ഒരു കളിയാണ്. തെളിഞ്ഞോരോ നാളും ഞങ്ങൾക്ക് മിന്നിപ്പതാര് ആര് അങ്ങല്ലാതെ അണഞ്ഞ് ഇപ്രകാരം തളിർപ്പൊൻ തൃക്കൈകളാം അന്ധകാരം അകറ്റിടാൻ വെമ്പിടും വിശ്വബന്ധു. വിശ്വത്തിൻ്റെ ബന്ധുവാണ് ആര്? സൂര്യൻ. ഒരു പ്രത്യേക മതത്തിൻ്റെല്ല, എന്നാൽ സനാതനധർമ്മമാണ് ആദ്യം മുതൽക്ക് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും വേണം. സനാതനധർമ്മത്തിന് ശേഷമാണ് മറ്റുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുന്നതൊക്കെ ആരുടെ മുതലാണ്? സനാതനധർമ്മത്തിൻ്റെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. തെളിഞ്ഞോരോ നാളും ഞങ്ങൾക്കും മിന്നിപ്പതാര് അങ്ങല്ലാതെ അണിഞ്ഞിപ്രകാരം തളിർപ്പൊൻ തൃക്കൈകളാൽ അന്ധകാരം അകറ്റിയിടാൻ വെമ്പീടും വിശ്വമെന്തോ. മതം, കാമം, കോപം, ഈ മട്ട് അനേകം മഹാപാപം. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, മതം, കാമം, കോപം, കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയം എന്നുള്ളത് മാറ്റണം. പാപം ചെയ്യണവരാണ്. പാപം നമ്മൾ ചെയ്യൂ അവര്. മതം, കാമം, കോപം, ഈ മട്ട് അനേകം മഹാപാപം തീർത്ത് കൂരിരുട്ടിലാണ് പാപം ചെയ്യുന്നത്. എല്ലാം കക്കുക, നുണ പറഞ്ഞാൽ അന്ധകാരായി നാ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാപാപം തീർത്ത് പാഴ്കൂരിരുട്ടാൽ ഇരുണ്ടിയിടും വിശ്വം ഈ നിന്റെ ദിവ്യ സുവർണ ജ്യോതിസിൽ മിന്നായി വരേണം. അങ്ങയുടെ ജ്യോതിസ് ഈ ലോകരെ ഉണർത്തുന്നുണ്ട്. ലോകർക്ക് വേണ്ട ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഊർജം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട്
ഇരുണ്ടിയിടും വിശ്വം ഈ നിന്റെ ദിവ്യ സുവർണ ജ്യോതിസിൽ മിന്നായി വരേണം. നിരുത്സാഹം മണ്ണിൽ മേവുന്ന മന്ദേഹരായി തീരാതെ ഞങ്ങൾ ആനന്ദപൂർവം. അവൻ നേരം വെളിച്ചാൻ പണിയിട്ട് സൂര്യനെ വന്ദിക്കുക, സൂര്യനെ നമസ്കരിക്കുക, സൂര്യനെ സ്തുതിക്കുക. എന്തിന്? സ്ഥിരോത്സാഹം ഉണ്ടാവാനും മന്ദഭാവം വരാതെ കണ്ടിരിക്കാനും. എന്താ ഈ മന്ദഭാവം എന്ന് പറഞ്ഞാൽ? നിരുത്സാഹം, ഉത്സാഹക്കുറവുണ്ടാവരുത്. ജീവിതത്തിനോട് ഒരു അഭിനിവേശം വേണം. എന്താ ഈ ജീവിതം എന്നുള്ളത്? നാരായണം ഭജേ, നാരായണം ഭജേ. നാരായണനെ ഭജിക്കാനുള്ള ദിവ്യ സ്റ്റേജ് ആണേത്? ഈ ലോകം. അപ്പോൾ ആ ലോകത്തിൽ നമ്മൾ തിമിർത്താടുക. ഗോവിന്ദം ഭജ, ഗോവിന്ദം ഭജ, അല്ലേ? ഗോവിന്ദനെ ഭജിക്കാം. അല്ലാണ്ട് കാലിൻ്റെ ഇടയിൽ കയ്യ് വെച്ച് നാട്ടയിൽ കയ്യ് വെച്ച് കിടന്നുറങ്ങലല്ല. അപ്പം നിരുത്സാഹം മണ്ണിൽ മേവുന്ന മന്ദേഹരായി തീരാതെ ഞങ്ങൾ ആനന്ദപൂർവം ചിരഞ്ജീവിച്ചിടുമാറാകാൻ. ചിരഞ്ജീവി ആവണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിരഞ്ജീവി എന്നും ഈശ്വരനെ ഉപാസിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ചിരഞ്ജീവിയായിട്ട് മാറാൻ പറ്റും. ഹനുമാൻ, വിഭീഷണൻ അവരൊക്കെ ദിവ്യാത്മാക്കളാണ്. നമ്മളും ദിവ്യാത്മാക്കളായി മാറാൻ എന്ത് ചെയ്യണം? പ്രതിജ്ഞാബദ്ധരായിട്ട് ഈശ്വരനെ ഉപാസിക്കണം. അപ്പോൾ നിരുത്സാഹം മണ്ണിൽ മേവുന്ന മന്ദേഹരാ തീരാതെ ഞങ്ങൾ ആനന്ദപൂർവം ചിരഞ്ജീവിച്ചിടുമാറാകാം. നിൻ തൃക്കരസ്പർശം കൊണ്ടുണർന്ന ഇപ്രകാരം. സൂര്യൻ്റെ കരസ്പർശം എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങളെ കൊണ്ട് നമ്മൾ ഉണർന്ന് കുളിച്ച് നിത്യോപാസനയൊക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ദിവസങ്ങൾ നല്ല നിലയിൽ കഴിച്ചു കൂട്ടാനുള്ള ഇൻഡസ്ട്രിയസ് മൈൻഡ് ഉണ്ടാവണം. ഇൻഡസ്ട്രിയസ് മൈൻഡ് ഉണ്ടായാലേ വരുമാനം ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഉത്സാഹം ലഭതേ കാര്യം. ഒരു കാര്യസാധ്യതയ്ക്ക് ഉത്സാഹിക്കാണ്ട് ഒന്നും നടക്കില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.